ഇന്നലെ എമ്രുവിനെ കൊണ്ടുപോയി ഹെയർ കട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് ഇൻട്രോ എടുക്കാമെന്നേ. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ ഈ ഒരു വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എമ്രുവിൻ്റെ ഹെയർ കട്ട് വ്ളോഗ് എന്താണ് ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും എമ്രുവിൻ്റെ ഹെയർ കട്ട് വ്ളോഗ് ഇഷ്ടപ്പെടുന്നതെന്ന് ഒന്ന് കോമൻറ്റ് ചെയ്യണേ. ചോദിക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം പറയാം, ആദ്യമേ ഞാൻ പറയാം, ഞാൻ ഇത് മൂന്നാമത്തെ ഹെയർ കട്ട് വ്ളോഗാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതും നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ കഴിഞ്ഞ 2 വ്ളോഗ് പോലെ തന്നെ ഇതും ചെറുതായിട്ട് ഫ്ലോപ്പ് തന്നെയാണ്. വേറൊന്നുമല്ല, എമ്രുവിൻ്റെ ഹെയർ കട്ട് ചെയ്യാന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. കാരണം അവൻ കോപ്പറേറ്റ് ചെയ്യത്തില്ല. എൻ്റെ ഇത്താടെ മക്കൾ പോലും ഇത്രയും ഇല്ലായിരുന്നു. അവർക്ക് ഇങ്ങനെ കരഞ്ഞ് വിളിച്ചാലും ഇനിയും കോപ്പറേറ്റ് ചെയ്യും. നമ്മൾ ഒരുവിധം പിടിച്ചു വെച്ച് എങ്ങനെയെങ്കിലൊക്കെ വെട്ടിക്കൊടുക്കാൻ പറ്റും. പക്ഷെ എമ്രുവിന് അങ്ങനെ അല്ലായിരുന്നു. ഒരു വിധത്തിൽ അവൻ സമ്മതിക്കൂല. പിന്നെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഹെയർ കട്ട് ചെയ്തത്. ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ അപ്പാച്ചി കട്ടൊക്കെ കൊണ്ടാണ് പോയത്. ഫോട്ടോയൊക്കെ അവരതുപോലെ കട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ ഒന്നും നടന്നില്ലെന്നല്ല, ഒരു 50% മാത്രമേ നടന്നിട്ടുള്ളൂ. അപ്പോൾ ഹെയർ കട്ട് ചെയ്ത് തന്ന ആള് നമിക്കണം. എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ പോയിട്ട് ഒരു 12 മണിക്ക് പോയി, 1 മണിയായപ്പോഴാണ് തിരിച്ചു വന്നത്. 1 അവർ അവനെ ഹെയർ കട്ട് ചെയ്തു. അതിലും അവൻ കരഞ്ഞ് വിളിച്ച് പിന്നെ ഞങ്ങൾ കുറേ നേരം സമാധാനിപ്പിച്ച് വീണ്ടും എന്തു പറ്റി പാല് കുടിക്കേ. ഞാനാണെങ്കിൽ ടി വിയുടെ സൗണ്ട് കുറച്ച് വെച്ചിട്ടാണ് ഇൻട്രോ എടുക്കുന്നത്. ടി വി അവിടെ ഓടുന്നുണ്ട്, പക്ഷേ അതാണ് ഒരാളിവിടെ ബഹളം. അവൻ പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? കുറച്ചു നേരം ബ്രേക്ക് എടുത്ത് പിന്നെ അവൻ ഉറങ്ങുന്ന പോലെ അഭിനയിച്ച് കണ്ണ് ഇറുക്കി അടച്ചിട്ടിരിക്കും കേട്ടോ ഹെയർ കട്ട്. അതായത് എൻ്റെ തോളിലിങ്ങനെ കിടക്കുന്നു, റീക്ക വരുമ്പോൾ പതുക്കെ ഇങ്ങനെ കണ്ണിങ്ങനെ ഇറുക്കി അടയ്ക്കും കേട്ടോ. അവനെ ഹെയർ കട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ ഒരുപാട് എനിക്ക് വ്ളോഗായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ വ്ളോഗ് എടുക്കുന്നത് ഞാനാണ്, എനിക്ക് വേറെ ആരും വ്ളോഗ് എടുത്തു തരാനില്ല. പിന്നെ ഈവൻ ഈ കടന്ന് ബഹളം വെക്കുന്നതും കൂടെ കാണുമ്പോഴേ എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ ഹസ്ബൻഡാണെങ്കിൽ വ്ളോഗൊക്കെ എടുക്കുമ്പോൾ ഹസ്ബൻഡ് അതും കൂടെ കാണുമ്പോൾ ടെൻഷനാവും. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വ്ളോഗ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് അതായത് വ്ളോഗ് എടുക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. പിന്നെ കൂടുതൽ അവൻ കരയുന്നതാണ്. അപ്പോൾ അതെല്ലാം കൂടി ഞാൻ എന്തിനാണ് വ്ളോഗിൽ ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. അതുമല്ല, അവന് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി ഞാനും റീക്കായും കൂടെ 2 പേരും ഒന്നിച്ച് പിടിച്ചു വെച്ചൊക്കെയാണ് ചെയ്തത്. പിന്നെ ഹെയർ കട്ട് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവൻ ഈ ട്രിമ്മർ ഭയങ്കര പേടിയാണ്. ട്രിമ്മറിൻ്റെ സൗണ്ടാണ് ഏറ്റവും പേടി. അതുകൊണ്ട് ആദ്യം ട്രിമ്മർ എടുത്തപ്പോൾ തന്നെ അങ്ങോട്ട് കരയാൻ തുടങ്ങി. പിന്നെ നമ്മൾ സിസറിലോട്ട് മാറ്റി. സിസർ മതിയെന്നും പറഞ്ഞ് സിസർ വെച്ചാണ് അയാൾ ഹെയർ കട്ട് ചെയ്തു തന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ എൻ്റെ തോളിൽ കിടന്നു കേട്ടോ അവൻ. അപ്പോൾ കിടന്നപ്പോൾ റീക്കായും കൂടെ ജസ്റ്റ് ഇങ്ങനെ തലയിൽ ഇങ്ങനെ മസാജ് ചെയ്യുന്ന പോലെ ഞാൻ വാപ്പയാണെന്നൊക്കെ പറഞ്ഞ് തടയി കൊടുത്ത് അങ്ങനെയാണ് പിന്നെ അയാൾ സിസർ കൊണ്ട് ഹെയർ കട്ട് ചെയ്തത്. പിന്നെ റീക്കാടെ തോളിൽ കിടന്നപ്പോൾ ഞാൻ കൈയൊക്കെ പിടിച്ചു വെച്ചിരുന്നു, കാരണം അവൻ തട്ടി മാറ്റുന്നുണ്ടായിരുന്നു കൈയൊക്കെ. അങ്ങനെ ഹെയർ കട്ടൊക്കെ ചെയ്ത്, പക്ഷേ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ലേ, അയാൾ ട്രിമ്മർ ഒന്നും യൂസ് ചെയ്യില്ല. ഇവന് പേടിയാണ്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടെന്നു ജസ്റ്റ് സിസർ വെച്ചൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് സൈഡിലൊക്കെ. പക്ഷേ ആ ഒരു പെർഫെക്ഷൻ ഒന്നും വന്നിട്ടില്ല. ട്രിമ്മർ യൂസ് ചെയ്താലല്ലേ പിന്നെ ആ ഒരു പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ. എന്നാലും പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്നാണോ അവൻ വർഷങ്ങൾ കഴിഞ്ഞാലും ശരി, എന്നാണോ കോപ്പറേറ്റ് ചെയ്യുന്നത് അന്ന് ഞാനൊരു നല്ലൊരു അടിപൊളി ഹെയർ കട്ട് വ്ളോഗ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അതൊരു തൽക്കാലം നിങ്ങൾ ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഞാനിത് മൂന്നാമത്തെ വ്ളോഗാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ. രാവിലെ നമ്മളിപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് ഉറക്കമൊക്കെ ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. അപ്പോൾ എമ്രുവിന് ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങളും ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നിൽക്കുന്നത്, ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഞാൻ പെട്ടെന്ന് പോയി ജസ്റ്റ് ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നു. റീക്കാണെങ്കിൽ ആദ്യമേ പോയി ഹെയർ കട്ടൊക്കെ ചെയ്തിട്ട് വന്നു. എന്നിട്ട് അവിടെ ചോദിച്ചു ഹെയർ കട്ട് ചെയ്യോ ബേബിക്കെന്നൊക്കെ. അങ്ങനെ ചോദിച്ചിട്ടാണ് രണ്ടാമത് വന്ന് ഞങ്ങളെ കൊണ്ടുവന്ന്. അപ്പോൾ ഇപ്പോൾ തന്നെ സമയം 12 മണിയായിട്ടുണ്ട്. ഇപ്പോൾ വീക്കെൻഡ് ആയിട്ട് ലേറ്റായിട്ടാണ് എഴുന്നേക്കുന്നത്. 10 മണിയൊക്കെ ആയി നമ്മൾ എഴുന്നേറ്റ്. അപ്പോൾ എമ്രു ഇപ്പോൾ ലേറ്റാണ് എഴുന്നേക്കാൻ വേണ്ടി. പിന്നെ എമ്രുവിനാണെങ്കിൽ എമ്രു വാപ്പ റെഡിയായി വന്നപ്പോഴേ എവിടെ പോകണമെന്നൊന്നും അവനെ അറിഞ്ഞൂടല്ലോ. ഹെയർ കട്ടാണെന്നൊന്നും മനസ്സിലാവാനുള്ള പ്രായമായില്ലല്ലോ. വാപ്പയുടെ കൂടെ പുറത്ത് പോകാൻ വേണ്ടി ചാടിത്തുള്ളി ഇറങ്ങിയതാണ്. ഇനി അങ്ങോട്ട് കരയാൻ വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത് അവൻ അറിഞ്ഞില്ലല്ലോ. ഇപ്പോൾ സമ്മറൊക്കെ ആയതുകൊണ്ട് നല്ല ചൂടാണ്. ഈ സമയമൊന്നും പുറത്തിറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ റീകവറിന് ഇനിയിപ്പോൾ ഇവർ ചിലപ്പോൾ കട അടയ്ക്കും, സമ്മറല്ലേ, ചിലപ്പോൾ ഈവനിങ് ഇനി തുറക്കോളൂ. ആണ് നമുക്ക് പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. കണ്ടോ, നല്ല വെയിലായിട്ടുണ്ട് ഖത്തറിൽ. ഭയങ്കര ചൂടാണ്. പോകുമ്പോൾ സൺസ്ക്രീനൊക്കെ ഇട്ടിട്ടേ പോകാൻ പറ്റുള്ളൂ. ഞാൻ വെറും സൺസ്ക്രീനും ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക്കും കൂടെ എടുത്തിട്ടിട്ടാണ് ഇറങ്ങിയത്. കണ്ടോ, നല്ല വെയിലല്ലേ. പിന്നെ നിങ്ങൾ പോകുമ്പോൾ വിചാരിക്കും ഏതോ ദൂരെ എവിടെയാണ് പോണേന്ന്. സത്യം പറഞ്ഞാൽ തൊട്ടടുത്തുള്ള കടയാണ്. റീക്ക കയറിയപ്പോൾ തന്നെ ചോദിച്ചു ഏത് കടയിലാണ് പോണത് എന്ന് മനസ്സിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഈ ഇടയ്ക്കാണ് ഈ ഒരു കട ശ്രദ്ധിച്ചത്, നോട്ടീസ് ചെയ്തത്. പുതിയതാണെന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. ഞാൻ പക്ഷേ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇങ്ങനെ പുതിയ കടയാണെന്ന്. അപ്പോൾ റീക്കൻ അത് തന്നെയാണ് പോകുന്നതെന്ന്. അങ്ങനെ നമ്മളിതാ സലോൺ എത്തിയിട്ടുണ്ട്.
അങ്ങനെ കാറിൽ നിന്നൊക്കെ ഇറങ്ങി ഈ കടയിൽ കയറിയപ്പോൾ തന്നെ, അതായത് ഈ സലോണിൽ കയറിയപ്പോൾ തന്നെ എമ്രുക്കുട്ടന് മനസ്സിലായിട്ടുണ്ട് അവനെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന്. ബാക്ക്ഗ്രൗണ്ടിലെ വോയിസ് ഒന്നും നിങ്ങൾ കാര്യമാക്കേണ്ട എമ്രു ആണേ. അങ്ങനെ ഇവിടെ വന്നപ്പോൾ തന്നെ അത് ആൾ കണ്ടില്ലേ, എല്ലായിടവും ചുറ്റിയൊക്കെ നോക്കുന്നുണ്ട്. എന്തോ അവനെ പരിപാടി മുടിയിൽ എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി അവനെന്തോ ഭയങ്കര പേടിയാണ്. ട്രിമ്മറിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴാണെങ്കിലും കണ്ട നില വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവന് വേറെ ആരെങ്കിലുമൊക്കെ അവൻ്റെ ഇങ്ങനെ തൊടുമ്പോൾ അവനെന്തോ എടുത്തുകൊണ്ട് പോകണമെന്ന്, അല്ലെങ്കിൽ അവനെന്തോ ഉപദ്രവിക്കാൻ പോകണമെന്നൊക്കെ തോന്നുന്നു. ഭയങ്കര നിലവിളിയാണ്, ആരെ അടുപ്പിക്കൂല. ഹെയർ കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ മുടി വേദനിക്കാനൊന്നും പോകുന്നില്ലല്ലോ, പക്ഷെ എന്തോ അവന് ഭയങ്കര പേടിയാണ്. നോക്ക്, കാണിക്കും, മുടി കാണിക്കും, മുഖം കാണിക്കും. അങ്ങനെ ഹെയർ കട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനും കൂടെ പിടിച്ചു വെച്ചത് കാരണമേ എനിക്കാണെങ്കിൽ ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഗ്യാസ് എടുക്കാൻ വേണ്ടി തൊട്ടടുത്ത് തന്നെ ഒരു കടയുണ്ട്, അവിടെ വന്നതാണ്. നമ്മുടെ ഗ്യാസ് തീർന്നു പോയി, സിലിണ്ടർ മാറ്റാൻ വേണ്ടിയിട്ട്. ചില ടൈം ഇങ്ങനെ വക്കൂതി പോയാണ് നമ്മൾ മാറ്റാറുള്ളത്. അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഷോപ്പിലൊക്കെ ഇതുപോലെ സിലിണ്ടറൊക്കെ കാണും. അപ്പോൾ നമ്മൾ കാലിക്കൊറ്റിയും പൈസയും കൂടെ കൊടുത്ത് നമുക്ക് പുതിയ സിലിണ്ടർ കിട്ടും. അതല്ലെങ്കിൽ ഇവിടെ വണ്ടിയിൽ സിലിണ്ടർ കൊണ്ടുപോകും കേട്ടോ. അങ്ങനെ നമ്മൾ മേടിക്കാറില്ല. എമ്മറോ, എന്തിനാ കരഞ്ഞത്? ഹെയർ കട്ട് നേരെ ചെയ്തില്ലല്ലോ നമ്മൾ. ഒരു രക്ഷയില്ല, ഒട്ടും കോപ്പറേറ്റ് ചെയ്യൂല എമ്മറോ ഹെയർ കട്ടിന്. കണ്ടില്ലേ, ഹെയർ കണ്ടില്ലേ? പിന്നെ നമ്മൾ സിസർ വെച്ചാണ് എങ്ങനെയൊക്കെയോ കട്ട് ചെയ്തത്. അപ്പാച്ചിയും ഏതൊക്കെയോ പിക്കൊക്കെ കൊണ്ട് തന്നെയാണ് ഞാനും പോയത്. പക്ഷെ ഒന്നും നടന്നില്ല. അയാൾ പറഞ്ഞാൽ ഇനി അടുത്ത തവണ ഉറങ്ങുമ്പോൾ കൊണ്ടുവന്നാൽ മതിയെന്ന്. ഇനിയിപ്പോൾ ഉറങ്ങുമ്പോൾ കൊണ്ടുവന്ന് നോക്കണം. കഴിഞ്ഞ ഹെയർ കട്ട് വ്ളോഗിലാണെന്ന് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ വേറെ ആർക്കെങ്കിലും കൊടുത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി. എനിക്കങ്ങനെ വീഡിയോ എടുത്തു തരാൻ ആരുമില്ല. ഞാൻ തന്നെയാണ് മാക്സിമം വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ആ ക്ലിപ്സ് ഹെയർ കട്ട് ചെയ്യുമ്പോൾ ഉള്ള അതൊന്നും മാക്സിമം എടുക്കാൻ പറ്റാത്തത്. കാരണം അവൻ എൻ്റെ തോളിലായിരുന്നു മുഴുവൻ കടന്നത്. ആ സമയം റീക്കാണെങ്കിൽ എനിക്ക് വ്ളോഗ് എടുത്തു തരാൻ പറഞ്ഞാൽ റീക്ക് പിന്നെ ടെൻഷനായി പോകും വ്ളോഗ് എടുക്കാൻ പറയുമ്പോഴേ. അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഹെയർ കട്ടൊക്കെ ചെയ്ത് സിലിണ്ടർ മാറ്റിയിട്ട് സിലിണ്ടറൊക്കെ കൊണ്ട് നേരെ വീട്ടിലോട്ട് പോകണം. ഇനി കൊണ്ടുപോയിട്ട് ഇവനെ ഒന്ന് കുളിപ്പിക്കണം. മുഖം കണ്ടില്ലേ, എന്തായാലും കുറച്ചൊക്കെ ഒന്ന് വൃത്തിയായിട്ടുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്ന് കോമെൻറ്റ് ചെയ്യണം. അവൻ്റെ ഹെയർ കട്ട് അത്ര പെർഫെക്റ്റ് ആയില്ല, ഞാൻ പറഞ്ഞില്ല. ട്രിമ്മർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ട്രിമ്മർ യൂസ് ചെയ്താലേ അത്ര പെർഫെക്ഷൻ വരുള്ളൂ. അത് വന്നിട്ടില്ല, എന്നാലും ഓക്കെ. അങ്ങനെ ഞാൻ കൊണ്ടുവന്ന് കുളിപ്പിച്ച് അവൻ വന്ന് കരയുന്നത് വേറെ നല്ല ഉറക്കം വന്നിട്ടാണ്. അങ്ങനെ അവൻ ഉറങ്ങാൻ കിടന്നിട്ടുണ്ട്. പിന്നെ ലഞ്ചൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഉറക്കമൊക്കെ എഴുന്നേറ്റ് ഇവിടെ ഹാപ്പി ആയിരിക്കുന്നുണ്ട്. ലഞ്ചൊക്കെ ഇപ്പോൾ കഴിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഗൈസ്, എന്തായാലും ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നല്ല രീതിയിൽ അവൻ കോപ്പറേറ്റ് ചെയ്യുന്ന ഒരു ദിവസം അതെന്നാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അന്ന് ഞാൻ നല്ലൊരു ഹെയർ കട്ട് വ്ളോഗ് അപ്ലോഡ് ചെയ്യാം. അതുവരെ നിങ്ങൾ ഹെയർ കട്ട് വ്ളോഗ് എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കില്ലേ, എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ നമുക്ക് ഇനി പുതിയൊരു വീഡിയോയിൽ കാണാവേ.